ഞാൻ ഈ അടുത്തായിട്ട് ശീലിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, അതനുസരിച്ച് ചെയ്യുക. കാരണം എനിക്ക് പൊതുവേ ഓർഗനൈസേഷൻ സ്കില്ല് കുറവാണ്. അപ്പോൾ അതൊന്ന് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ക്ലീനിങ്ങിൽ ആദ്യമേ ഞാൻ ചെയ്യുന്നത് കിച്ചൺ ക്ലീനിങ് ആണ്. കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ നോക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നമുക്ക് വലിയ ചടപ്പൊന്നുമില്ല രാവിലെ എത്താൻ. അത് ക്ലീൻ ചെയ്ത് ചായയൊക്കെ എന്നിട്ട് കുടിച്ച് വരുമ്പോഴേക്കും ഇക്കാക്ക എത്തിയിട്ടുണ്ടാവും. ഇക്കാക്ക പള്ളിയിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഇപ്പോൾ ഇക്കാക്കില്ല. ഇക്കാക്ക വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ശേഷമാണ് വന്നത്. സിദാൻ എണീറ്റിട്ടില്ല. സിദാൻ എണീക്കുന്നതിന് മുമ്പ് സിദാൻ്റെ ഫുഡ് ഞാൻ റെഡിയാക്കും കേട്ടോ. കാരണം അവൻ എപ്പോൾ എണീക്കുന്നു കരയുന്നതിന് മുമ്പ് സിദാന് ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ ആദ്യം തന്നെ ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ സിദാനുള്ള ഫുഡ് റെഡിയാക്കി, അമൃതപ്പൊടി പൊതുവെ കൊടുക്കുന്നത് രാവിലെകളിൽ, അല്ലെങ്കിൽ ബനാന, അങ്ങനെയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും സിദാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി സിദാനും കൂടി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ആയപ്പോഴേക്കും കാക്ക എത്തിയായിരുന്നു. അങ്ങനെ ഇന്ന് യാത്ര പോകാനുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്നായിരുന്നു ഫുഡ്. കാക്ക വാങ്ങിച്ചുകൊണ്ട് വന്ന്. എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? കാണാം. ഫസ്റ്റത്തെ മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് റെഡിയാണ്, സിദാന റെഡിയാക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്ക് റെഡി ആവണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സിദാന ഇവിടെ ഫ്രഷായി. സിദാനെ ഞാൻ ഡ്രസ്സ് ഇടിപ്പിക്കുന്നില്ല, പോണ ഡ്രസ്സ് ഇടിപ്പിക്കണില്ല. കാരണം ആൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കക്കാൻ ചാൻസ് ഉണ്ട്. കക്കി കഴിഞ്ഞാൽ ആ ഡ്രസ്സ് പിന്നെയും മാറ്റേണ്ടി വരും. പൊതുവെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ക്രീമാട്ടോ. ഇവൻ്റെ സ്കിൻ ടോൺ അത് വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവനൊരു ബ്രേസ്ലെറ്റും കൂടി ഇട്ട് കൊടുത്ത് എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തതാണ് 14 days സെറിമണിക്ക്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതും എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉമ്മച്ചിനെയും ഉപ്പച്ചിനെയും കയറ്റാൻ വേണ്ടി പോകണേണ്. വെഡ്ഡിങ് എൻ്റെ ഉമ്മച്ചിയുടെ അനീത്തിയുടെ മോഡലാണ് കേട്ടോ. ഉമ്മച്ചിയുടെ മാമാടെ മോളുടെ മോഡലാണ്. അങ്ങനെ ഞാനിവിടെ വന്ന് ഹിജാബ് ചുറ്റിയിട്ടോ. ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ ഹിജാബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മയുടെ ഒരു ഹിജാബ് മോഷ്ടിച്ചിട്ടുണ്ട്. ഉപ്പച്ചിയും കൂടി ജോയിൻ ചെയ്താൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഉപ്പച്ചി വാതിലൊക്കെ പൂട്ടി വന്നുള്ളൂ. ഉമ്മച്ചി കറണ്ട് ഉള്ളിൽ കയറി. ഞാൻ ഇവിടെ നിന്ന് ഷോളിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇനി കല്യാണ ഹോളിൽ കാണാം. സിദാൻ പൊതുവേ സിദാൻ്റെ ഗ്രാൻഡ് പാരൻസായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അത് ഉമ്മച്ചീനെയും ഉപ്പച്ചീനോടും അതുപോലെ തന്നെ വാപ്പച്ചീനോടും ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഞങ്ങളുടെ ഒപ്പം ഇരിക്കണേക്കാളും പീസ്ഫുള്ളായിട്ട് അവരുടെ ഒപ്പം ഇരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരെയും കാണുമ്പോൾ അവന് ഭയങ്കര കാര്യമാണ് കേട്ടോ. പൊതുവേ തനിച്ചൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കണ്ടതിന് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്നും ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടുള്ള പേഴ്സണായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ ഇച്ചിരി വൈകിയായിരുന്നു. ഒരു 1:15 ആയി എത്തിയപ്പോൾ. ഞാൻ അവിടെ ചെന്നു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോകൾ എനിക്ക് പൊതുവെ എടുക്കാൻ പറ്റിയില്ല. ഹോള് ശ്രീലങ്ക ഹോളായിരുന്നേ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഇറങ്ങാനുള്ള ടൈമായി. ഇവിടെ അടുത്ത് തന്നെയായിരുന്നേ എയർപോർട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് എയർപോർട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിദാൻ എല്ലാ വിഷ്വൽസും കണ്ട് അവസാനം എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ആൾ ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ജിബിനാസ് കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഇക്കാക്ക എല്ലാം ഉപ്പച്ചിക്ക് കാണിച്ചു കൊടുക്കണതാണ്. ഉപ്പച്ചി ഇവിടെ അവസാനമായിട്ട് വന്നത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും പറയാനായിരുന്നു കേട്ടോ. സിദാൻ ഗ്രാൻഡ് പാരൻസിനൊപ്പം ഭയങ്കര ചില്ലിങ്ങായിരുന്നു. ഞങ്ങൾ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ട്. കല്യാണം വീടിൻ്റെ ഏകദേശം അടുത്തായിരുന്നു എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിട്ടോ. ഇക്കാക്കൊരു ഈവനിങ് പരിപാടി ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പരിപാടി ഉള്ളതുകൊണ്ട് ഇക്കാക അങ്ങോട്ട് പോയി. അപ്പോൾ ഇനി ഇക്കാക വഴിക്കാണ് വന്നെങ്കിൽ ഞാൻ തനിച്ചാവുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ എന്നെ ഇങ്ങോട്ടാക്കി. അപ്പോൾ ഞാനിവിടെ ഉപ്പച്ചിയുടെ അടുത്താണ്. സിദാൻ അവിടെ പാല് കുടിക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന്
നമ്മൾ വെഡ്ഡിങ് അവിടെ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതാണ്. കാരണം കുറേ റിലേറ്റീവ്സിനെ കുറേ നാൾക്ക് ശേഷം കാണണമായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് അതിന് അവിടുന്ന് പോരുന്നൊഴിക്കാണ് ഞങ്ങൾ എയർപോർട്ടിൽ കയറി. ഇപ്പം ഞങ്ങളിവിടെ വീട്ടിലെത്തി. പിന്നെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. രാവിലെ നേരത്തെ എണീറ്റേക്കണമെന്നാണ്. സിദാൻ ഉറങ്ങുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സായി കഴിഞ്ഞിട്ടാ. ചെറിയൊരു ഉറക്കം കഴിഞ്ഞു. സിദാൻ ജസ്റ്റ് ഒന്ന് കിടന്ന് എണീറ്റ് ഡ്രസ്സ് മാറ്റി. ഇപ്പം ഞങ്ങൾ പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡി ആവണമെന്ന്. എന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ സിദാൻ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമായിട്ട്. ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാവരും കണ്ട്. അപ്പോൾ ഇതിൽ എത്ര വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം നമ്മളവിടെ ചെന്നതിന് ശേഷം കുറേ പേരെ കണ്ട് അവരോടുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ പരമാവധി കുറവാണ് മാരേജിന് പോയത്. അതിനുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പരമാവധി. അപ്പോൾ ഇനി അവിടേക്ക് പോകണം. തമ്മി വിളിക്കാൻ വരും. വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ വലിയൊരു മിഠായി ഉണ്ടായിരുന്നു. അതാണ് സംസാരം അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ വേറൊരു എപ്പിസോഡുമായിട്ട് ഇനിയും കാണാം. ഗുഡ് ബൈ.